ഹാഷ്മി, ഇപ്പോൾ ഇതിൽ കേരള നേതൃത്വം DMK-യുടേത് സ്വീകരിക്കുന്ന നിലപാട് അത് ഇളങ്കോവൻ പറയുന്ന നിലപാടല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ PV അൻവർ നിലവിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുള്ള നേതാവാണ്. DMK മുന്നണിയിലുള്ള CPIM-ൽ അങ്ങനെയൊരു CPIM തള്ളിപ്പറഞ്ഞ ഒരാളെ അവർ അവിടെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന വലിയ ചോദ്യമുണ്ടല്ലോ. അതിൽ MK സ്റ്റാലിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ അതേ ഈ ഘട്ടത്തിൽ പിണറായി വിജയന് താല്പര്യമില്ലാത്തൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഉറപ്പായും അനുജ, ഇവിടെ MK സ്റ്റാലിനുമായി ചർച്ച നടത്തിയത്, കൂടിക്കാഴ്ച നടത്തിയത് PV അൻവറാണ്. ഈ യോഗത്തിൽ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നയപ്രഖ്യാപനത്തിൽ അക്കാര്യം ഉറപ്പായും അൻവർ കുറച്ചുകൂടി വിശദമായി പറയും. അല്പസമയം മുൻപ് അൻവർ അവിടെ ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ആരായുമ്പോൾ അൻവർ പറയുന്നത് ഉറപ്പായും DMK-യോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് പറയുകയാണ് PV അൻവർ. അതെന്തുകൊണ്ടാണ് ആ ഉറപ്പ് എന്ന കാര്യം അത് പറയണമെങ്കിൽ PV അൻവർ മാത്രമേ കഴിയൂ. കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ചെന്നൈയിലും മധുരയുമായി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളിലൂടെ ഈ പറഞ്ഞ ചർച്ചകൾ ഓരോ നേതാക്കളോട് മുന്നോട്ടേക്ക് പുരോഗമിക്കുകയായിരുന്നു. അതിൽ പലയാവർത്തി DMK-യുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, മന്ത്രിമാരെയൊക്കെ അൻവർ ക്യാമ്പിലുള്ളവരും പോയി കാണുന്നുണ്ടായിരുന്നു അനുജ. അപ്പോൾ അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ എവിടെയാണ് മധുരയിൽ അവിടെ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയിലേക്ക് കലാശിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉറപ്പായും അൻവർ ഈ വേദിയിൽ പറയും. അൻവർ എന്തായാലും ഇളങ്കോ പറയുന്നതല്ല, അൻവർ ക്യാമ്പ് എന്തായാലും ഇളങ്കോ പറയുന്നതല്ല DMK-യെ ബന്ധപ്പെട്ട ഈ പറയുന്ന ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയിൽ DMK എടുക്കുന്ന സമീപനം ഇളങ്കോ എന്ന് പറഞ്ഞ സ്പോക്സ് പേഴ്സൺ പറയുന്നത് മാത്രമല്ല, അതിനപ്പുറം ആഴത്തിൽ കുറച്ചുകൂടി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് വ്യക്തമാക്കുവാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും ഈ വേദിയിലേക്ക് കുറേയധികം ആളുകൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ആളുകൾ എന്ന് അൻവർ പറയുന്നതിനോളം എത്തും എന്താണ് ആ കണക്കിലോളം എത്തുമെന്ന് തോന്നുന്ന രീതിയിൽ ഇപ്പോൾ വേദിയിലെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതിനോടകം തന്നെ കസേരകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കൂടുതൽ മേഖലയിൽ ബസ്സുകൾ ഇങ്ങോട്ടേക്ക് എത്തും. മഴയായിരുന്നു, വലിയ മഴയായിരുന്നു. മഴ ഇപ്പോഴും അത് പൂർണ്ണമായി തോന്നിട്ടുമില്ല. അപ്പോൾ വലിയ മഴയത്ത് ബ്ലോക്കായി കിടന്ന ബസ്സുകളൊക്കെ ഇങ്ങോട്ടേക്ക് കൂടുതലായി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഇനിയും ആളുകൾ നിറയും. വേദിയിൽ സദസ്സിൽ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള സർപ്രൈസ് ഇപ്പോഴും തുടരുന്നു. PV അൻവറിനൊപ്പം 10 കസേരകൾ വേദിയിൽ അവിടെ നിരത്തിയിടുന്നുണ്ട്. 10 കസേരകൾ ആരൊക്കെയാണ്? VIP മുഖങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന സർപ്രൈസാണ്. പക്ഷേ VIP ഉണ്ടോ ചോദ്യത്തിന് അൻവർ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ പറയുന്ന വെള്ളയും ഇട്ടവരാണ് VIP. എനിക്ക് സാധാരണക്കാരായ മനുഷ്യരാണ് എനിക്ക് VIP എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. അൻവർ അവിടെ ഒതായിലെ വീട്ടിൽ ഇങ്ങോട്ടേക്ക് വരവിലാണ്. ഇവിടെ ബാൻഡ് മേളങ്ങളൊക്കെ അൻവറിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു പ്രവർത്തകർ, അനുയായികൾ. എടുത്തു പറഞ്ഞൊരു കാര്യം, കുറേയധികം DMK പ്രവർത്തകർ തമിഴ്നാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ വഴിക്കടവിൽ അവർക്ക് PV അൻവർ അനുകൂലികൾ സ്വീകരണം നൽകിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ DMK-യുടെ ഒരു പരിപാടിയാണോ തോന്നിക്കുന്നത്. ഇതിൽ DMK-യുടെ കൊടി, ചുവപ്പും കറുപ്പുമുള്ള DMK-യുടെ കൊടിയൊക്കെ ഇവിടെ വീശിക്കൊണ്ട് DMK-യുടെ ഒരു പരിപാടിയാണോ എന്ന സംശയം തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ പല പരിപാടി. എനിക്ക് തോന്നുന്നു PV അൻവർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് എന്ന് തോന്നുകയാണ്. അനുജാത അവിടെ വേദിക്ക് പുറത്തേക്ക് ഏതാനും PV അൻവർ ഇതിന് ഈ വേദിക്ക് അടുത്തേക്ക് എത്തുകയാണ്. PV അൻവർ എന്ത് പറയാൻ പോകുന്നത് പ്രത്യേകതയാണ്. മാത്രമല്ല അനുജ, PV അൻവർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു സാമൂഹ്യ മുന്നേറ്റ ഫോറം എന്ന നിലയ്ക്കാണെങ്കിലും ഇതിനൊരു നയപ്രഖ്യാപനം, ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ വിഷയങ്ങൾ ഏറ്റെടുക്കണോ ആ വിഷയങ്ങളൊക്കെ വിശദമായി പറയുന്നുള്ള ഒരു കൃത്യമായ ചിട്ടയോടുകൂടി ഒരു നയപ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുകയാണ് അൻവർ ക്യാമ്പ്. അതിനുവേണ്ടി വളരെ വിശദമായ ഒരു പഠനവും ഒരു തയ്യാറാക്കലും ഒരു ക്രമീകരണങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അൻവർ പറയുന്നത്? അൻവർ നേരത്തെ ചന്തകുന്നിലൊക്കെ മറ്റ് കഴിഞ്ഞ പരിപാടികൾ പറഞ്ഞതുപോലെ ഒരു ദീർഘമായ പ്രസംഗത്തിലല്ല, ഈ പറയുന്ന മുന്നേറ്റത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ചിട്ടയോടുകൂടി അവതരിപ്പിക്കാനാകും ഈ വേദിയിലേക്ക് അൻവർ എത്തുക ഇന്ന് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇടയ്ക്ക് വലിയ മഴ പെയ്തിരുന്നു. ഇവിടെ മാത്രമല്ല ഇതിന് ചുറ്റുവട്ടത്തുള്ള മേഖലകളിലൊക്കെ വലിയ മഴയായിരുന്നു. ആ മഴ പെയ്യുമ്പോൾ ഈ പറയുന്ന റോഡുകൾ അലങ്കോലമാകുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മഴ തോർന്നപ്പോഴേക്കൊണ്ട് പരിധിവരെ പരിഹാരമായത്. മഴ തോരുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു.